ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മതാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം ഗുരുരേവം സദാനന്ദ സിന്ധൗ നിർമ്മഗ്നമാനസഃ പാവയൻ വസുധാം സർവാം വിരചാര നിരന്തരഃ എന്ന ശ്ലോകത്തെയാണ് നോക്കിയത്. ഗുരുവിന് ആ ശിഷ്യനെ യാത്രയാക്കി. അപ്പോൾ പോയി എന്നൊരു സങ്കടമോ ഒരു പക്വതയില്ലാത്ത മനസ്സിലൊരു വിചാരങ്ങളൊന്നും ഗുരുവിനുണ്ടായില്ല. പ്രത്യേകിച്ച് സങ്കടവുമില്ല, സന്തോഷവുമില്ല. തൻ്റെ ഡ്യൂട്ടി എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ ജ്ഞാനത്തിൽ തന്നെ അങ്ങനെ ലയിച്ചിരിക്കുകയാണ് ഗുരു. ലോക നന്മ ചെയ്തുകൊണ്ട് തൻ്റെ പ്രാരബ്ധം അവസാനിക്കുന്നതുവരെ അങ്ങനെ തന്നെ തുടരും എന്നുള്ള ആ മാനസികാവസ്ഥയിൽ നിഷ്ഠയില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത 2 ശ്ലോകങ്ങളോടുകൂടി നമ്മുടെ വിവേക ചൂടാമണി എന്നുള്ള ഈ പ്രകരണ ഗ്രന്ഥം ഇവിടെ അവസാനിപ്പിക്കും. 108 ശ്ലോകങ്ങളാണ്. ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അതിനകത്ത്. ഒരുപാട് ശ്ലോകങ്ങളുള്ള ഒരു പ്രകരണ ഗ്രന്ഥമാണ് വിവേക ചൂടാമണി. എനിക്ക് തോന്നുന്നു 584 എണ്ണ ഈ പുസ്തകത്തിൽ കാണുന്നു. അത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അതിൽ നിന്ന് 108 ശ്ലോകങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. അതിലിനിയിപ്പോ 107ാമത്തെ ശ്ലോകം. ഇത്യാചാര്യസ്യ ശിഷ്യസ്യ സംവാദേനാത്മലക്ഷണം നിരൂപിതം മുമുക്ഷൂണാം സുഖബോധോപപത്തയേ. ഇത്യാചാര്യസ്യ ശിഷ്യസ്യ സംവാദേനാത്മലക്ഷണം നിരൂപിതം മുമുക്ഷൂണാം സുഖബോധോപപത്തയേ. ആചാര്യസ്വാമികള് ഈ വിവേക ചൂടാമണി എന്ന ആ പ്രകരണ ഗ്രന്ഥം എഴുതിയതിൻ്റെ ആവശ്യകതയെ പറയുന്നു. ഈ ഗ്രന്ഥത്തിന്റെ ആവശ്യകതയെ പറയുകയാണ് ഇവിടെ. ഞാൻ എന്തിനാണ് ഈ വിവേക ചൂടാമണി രചിച്ചത് എന്ന് ഇവിടെ പറയുകയാണ്. ഇതി ആചാര്യസ്യ ശിഷ്യസ്യ, ഇത്യാചാര്യസ്യ ശിഷ്യസ്യ എന്ന് പറയുമ്പോൾ ഇതി ആചാര്യസ്യ ശിഷ്യസ്യ, അതായത് ഈ വിധത്തില്, ഇതി എന്ന് പറഞ്ഞാൽ ഈ വിധം, ആചാര്യസ്യ ശിഷ്യസ്യ ആചാര്യന്റെയും ശിഷ്യന്റെയും സംവാദേന, സംവാദത്താൽ, അവർ തമ്മിലുള്ള ആ സംവാദത്താൽ ആത്മലക്ഷണം നിരൂപിതം, ആത്മലക്ഷണം നിരൂപിതം, ആത്മാവിന്റെ ലക്ഷണം പറയപ്പെട്ടു എന്നാണ് പറയുന്നത്. ആത്മാവിന്റെ ലക്ഷണം പറയപ്പെട്ടു. എങ്ങനെ? ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദ രൂപേണ ആത്മാവിന്റെ ലക്ഷണത്തെ പറയപ്പെട്ടു. ഗുരുവും ശിഷ്യനും സംസാരിക്കുമ്പോൾ സംവാദം എന്നാണ് പറയുക. അതിന് ഗുരുവും ശിഷ്യനും തമ്മിൽ സംസാരിക്കുന്നതിന് സംവാദം എന്ന് പറയും. 2 സമന്മാര് തമ്മിൽ സംസാരിക്കുമ്പോൾ സാധാരണ ആർഗ്യൂ ചെയ്യുക, ഡിസ്കസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതിന് വാദം എന്ന് പറയും. 2 സമന്മാര് തമ്മിലാവുമ്പോൾ. ഗുരുവും ശിഷ്യനും തമ്മിലാവുമ്പോഴാണ് അതിന് സംവാദം എന്ന് പേര് വരുന്നത്. ഗുരുവിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാവന എങ്ങനെ ഇരിക്കണം? ഒരു ഗുരുവിനെ സമീപിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭാവന എന്തായിരിക്കണം? കാര്യങ്ങള് മനസ്സിലാക്കാനുള്ള പക്വത വന്നിട്ടില്ല, അത് വരണം. അതിനുവേണ്ടി ഗുരുവിനെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിനയം, അല്ലെ? നമുക്കൊന്നും അറിയില്ല, അപ്പൊ ഗുരുവിനെ സമീപിച്ചിരിക്കുന്നു, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കണം.
ചില സ്ഥലങ്ങളിൽ ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു എന്താ പറയാ, അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രഭാഷണത്തിനോ മറ്റോ പോയി, സബ്ജക്റ്റ് നല്ലതാണെന്ന് കണ്ടുകൊണ്ട് പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗുരുസ്ഥാനം അവിടെ വരും. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും, ഓ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് തോന്നും. അങ്ങനെ തോന്നിയിട്ട് പിന്നെ അവിടെ ഇരുന്നാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ പിന്നെ വരുമ്പോഴും അത്രയും പൂർണ്ണ ശ്രദ്ധ അതിനകത്ത് വരില്ല. കാരണം ഉള്ളിൽ ഓൾറെഡി ഒരു തോന്നൽ വന്നു, ഓ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ എന്നൊരു തോന്നൽ അകത്ത് കയറിയാൽ അത് കുറച്ചു നേരം അവിടെ നിലനിൽക്കും. ആ നിലനിൽക്കുന്ന സമയത്ത് പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. വിചാരിച്ച പോലെ അത്രയും നല്ല രീതിയിലേക്ക് കത്തിക്കച്ചേരില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളങ്ങനെ ആഗ്രഹിച്ച് ചെല്ലുകയാണെങ്കിൽ മനസ്സിനെ ക്ലിയർ ആക്കി കൊണ്ടുപോകണം. അവിടെ കേൾക്കുന്നതെല്ലാം എനിക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ അറിവിനെ വർദ്ധിപ്പിക്കാനാണ്, എനിക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഞാൻ എല്ലാം ശ്രവിക്കും എന്നുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കണം. കുറെ നമുക്കറിയുന്നതായിരിക്കാം കേൾക്കുന്നത്, പക്ഷെ അതിൽ കുറച്ചുകൂടെ അത് അറിയുന്നത് വീണ്ടും കേട്ടാൽ എന്താ കുഴപ്പം? ഒന്നുകൂടെ ഉറക്കിയല്ലേ ഉള്ളൂ. ആ ഒരു ചിന്താഗതി ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു അഹം ഉള്ളത് കൊണ്ട് എപ്പോഴും ഈ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ചെറിയൊരു അഹം ഉള്ളിൽ വരും, ഓ ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യം ഇത് തന്നെയാണ്, പിന്നെയും പിന്നെയും കേൾക്കണം എന്നൊക്കെ തോന്നും നമുക്ക്. ഇപ്പൊ ഭഗവാൻ ബാബ പറയുന്ന കുട്ടികൾ ചോദിക്കണ്ടായി, ഭഗവാനെ വീണ്ടും വീണ്ടും ഭഗവാൻ പലതും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, എത്ര ആവർത്തി പറഞ്ഞാലും ഇത് കൂടുതലാവില്ല. കാരണം ആ കേട്ടതിൻ്റെ ഒരു ലെവലിലേക്ക് ആരും ഉയരുന്നില്ലല്ലോ. ശരി, ഒരു പ്രഭാഷണം കേട്ടു, അല്ലെങ്കിൽ ഭഗവാൻ ഒന്ന് പറയുന്നത് കേട്ടു, അത് കറക്റ്റ് ആചരിച്ചു, അടുത്തത് എന്താണ് എന്ന് കേൾക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ സാധന എത്തിയാൽ കുഴപ്പമില്ല. അല്ലല്ലോ, എത്രയോ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ ആ കേട്ടതിൻ്റെ ആ ഈശ്വരവാണി, വേദമാണല്ലോ എല്ലാം, വേദവും പുരാണവും. പുരാണം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ കാണിച്ചു തന്നിരിക്കുന്ന മാർഗങ്ങൾ ഓരോ അവതാരമെടുത്ത്. വേദം എന്ന് പറയുമ്പോൾ ഈശ്വരൻ എങ്ങനെ നിങ്ങൾ ജീവിക്കണം, സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കഴിയാനുള്ളതെല്ലാം ഞാൻ തന്നിട്ടുണ്ട്, അതിനെ നിങ്ങൾ എങ്ങനെ കാണണം, നിങ്ങൾക്ക് സുഖമായിരിക്കാൻ ഇവിടെ പറ്റും, നിങ്ങൾ എവിടുന്ന് വന്നവരാണെന്ന് നിങ്ങൾ അറിയണം, തിരിച്ച് നിങ്ങൾ എന്നിലേക്ക് തന്നെ വരേണ്ടവരാണെന്ന് നിങ്ങൾ അറിയണം, അതുകൊണ്ട് നിങ്ങൾ ഇന്നന്ന പ്രവർത്തികൾ ധർമ്മമാർഗത്തിൽ ഇന്നന്ന രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതനുസരിക്കുന്നുണ്ടോ? നമ്മൾ ദിവസവും അമ്പലത്തിൽ പോകും, ദിവസവും പ്രാർത്ഥിക്കും, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുന്നുണ്ടോ ജീവിതത്തിൽ? വളരെ ചെറിയ ശതമാനമല്ലേ അനുസരിക്കുന്നു. സ്വയം ചിന്തിക്കുക, ഈശ്വരൻ പറഞ്ഞ പോലെ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്? എല്ലാം ഓരോ കാര്യവും ഭഗവാൻ പറഞ്ഞ പുരിയിലാണോ ജീവിക്കുന്നത്? ആണെങ്കിൽ 100% മാർക്ക് ഉറപ്പല്ലേ? പിന്നെ നമ്മുടെ സ്ഥാനം എവിടെയാണ്? ഭഗവാനിലാണ്. നമ്മൾ പിന്നെ ഒന്നും നോക്കണ്ട, പിന്നെ ഇടവും വല്ലതും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ ഭഗവാനിലാണ്. പണ്ട് ഭഗവാൻ ബാബയുടെ ഒരു സംഗതി പറഞ്ഞതാണ്. ഭഗവാൻ ഒരു ഭക്തനോട് പറഞ്ഞു, ഭക്തൻ നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഭക്തൻ എപ്പോഴും സ്വാമിയെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് കഷ്ടതകൾ വന്ന് സഹിക്കാൻ മേലാണ്ടായപ്പോ പറഞ്ഞു, ഭഗവാനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങയുടെ കാൽപ്പാടുകൾ കാണുന്നില്ലല്ലോ. നേരത്തെ എൻ്റെ പുറകിൽ അങ്ങയുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു, എനിക്ക് കാണാമായിരുന്നു വ്യക്തമായിട്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ അങ്ങയുടെ കാൽപ്പാടുകളും പുറകെ കാണാമായിരുന്നു. ഇപ്പൊ കാണുന്നില്ലല്ലോ ഭഗവാനെ, എന്നെ വിട്ടുപോയോ? പറഞ്ഞു, ഒരിക്കലും അല്ല, ഇപ്പൊ എൻ്റെ കാൽപ്പാട് മാത്രമാണ്, നിന്റെ കാൽപ്പാടാണ് ഇല്ലാത്തത്. കാരണം നിന്നെ ഞാൻ എടുത്തിരിക്കുകയാണ്, എൻ്റെ കൈക്കകത്താണ് നീ ഇരിക്കുന്നത്. ഇപ്പൊ 2 കാലിന്റെ പാടേ കാണുള്ളൂ, അത് എൻ്റെ കാലിന്റെ പാടാണ്. നിന്നെ ഞാൻ എടുത്തിരിക്കുകയാണ്. ഇപ്പോ നീ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എത്രയോ ഇതിൽ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിരുന്നു. അതിനെ നിന്റെ ഭക്തി കൊണ്ട് ഞാൻ ലഘൂകരിച്ച്, പിന്നെയും ഒരുപാട് അനുഭവിക്കാൻ നിനക്കുണ്ട്, കർമ്മഫലം ഒരുപാടുണ്ട്.
അതിനെ ലഘൂകരിച്ച് ഞാൻ നിന്നെ കൊണ്ട് നടക്കുകയാണ്. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സമയമായ കാരണം നിന്നെ തനിയെ വിടാൻ പറ്റത്തില്ല, താഴെ വിടാൻ പറ്റത്തില്ല. വിട്ടാൽ ഇതിലും ഭയാനകമായിരിക്കും. അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് 4 കാൽപ്പാട് കാണാത്ത 2 കാണുന്നത്. 2 നിന്റെ അല്ല, എന്റെയാണ്. ഇതാണ് ഈശ്വരൻ, ഭഗവാൻ അതാണ്. അപ്പോ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചാൽ ജീവിതത്തിൽ യാതൊന്നിനെ കുറിച്ചും വറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ വിവേക ചൂടാമണി പഠിച്ചത് എന്താണ്? മനസ്സിന് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകണം. ഞാൻ ശരീരമല്ല എന്ന് തിരിച്ചറിയണം. ശരീരം നശിച്ചു പോകും, എനിക്ക് നാശമില്ല എന്നറിയണം. ഞാൻ നാശമില്ലാത്ത സച്ചിത് ആനന്ദമാണ്, അറിവാണ്. ഞാൻ അറിയുന്നു 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 എന്നാണല്ലോ ഇരിക്കുന്നത്. എല്ലാം അറിയുന്നുണ്ട്. ആ അറിവുള്ള ആള് ആ അറിവോടുകൂടി തന്നെ ഇരിക്കും, എങ്ങും പോകത്തില്ല. പക്ഷെ നമ്മൾ ശരീരമാണെന്ന് വിചാരിച്ചു നമ്മൾ മരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മൾ മരിക്കില്ല, നമ്മുടെ ശരീരം പോകും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ശരീരം അപ്പൊ എങ്ങനെയാ ശരീരം വന്നേ എന്നൊക്കെയാണ് നമ്മൾ വിവേക ചൂടാമണി പഠിച്ചത്. ഈ ശരീരം വരാൻ കാരണം എന്ത്? അങ്ങ് എന്തുകൊണ്ടാണ് എനിക്ക് ശരീരം വന്നേ? ഈ ശരീരം നശിക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് കിട്ടി? അതെന്ത് വളത്? എങ്ങനെ വലുതായേ? എങ്ങനെ വീണ്ടും നശിക്കുന്നേ? ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നെ. അപ്പൊ നശിക്കാത്ത ഒന്നുണ്ട് ഇതിൻ്റെ ഉള്ളില്, തുടക്കം തൊട്ടേ ഉണ്ട്. അത് വീണ്ടും ഇവിടെ ഇതേപോലൊരു ശരീരം എടുത്ത് വരേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. അതിനെന്ത് ചെയ്യണം? പാപവും പുണ്യവും ഒന്നുമില്ലാതെ മനസ്സിനെ സാധനയിൽ കൊണ്ടുവന്ന് എല്ലാം ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ ഇനിയൊരു കർമ്മഫലം ഉണ്ടാവുകയില്ല. പഴയ കർമ്മഫലങ്ങൾ, മുജ്ജന്മങ്ങളിലുള്ള കർമ്മഫലം പോലും നല്ല ഒരു സാധന കൊണ്ട്, ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട്, സമ്പൂർണ്ണ ശരണാഗതി കൊണ്ട് ഇല്ലാതെ കണ്ടാകും. അതാണ് ലാസ്റ്റ് പഠിച്ചേ. ജ്ഞാനം വന്നാൽ സഞ്ചിത കർമ്മം ഒടുങ്ങും എന്ന് പഠിച്ചല്ലോ. ജ്ഞാനം എന്താണ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിത്യ അനിത്യ വസ്തു വിവേകം തന്നെ, ആത്മ അനാത്മ വിവേകം തന്നെ. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങൾ ഒരു ഗുരുമുഖത്തുനിന്ന് കേൾക്കുമ്പോ, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ ഇതൊരു സാധനയിൽ കൂടി വരില്ല. 10 പ്രാവശ്യം കേൾക്കുമ്പോൾ അത് 10 സാധനയുടെ തുല്യമാണ്. വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഒരു നാമം എത്രയോ പ്രാവശ്യം ഉരുവിടുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്, നമുക്കറിയാമല്ലോ. എത്ര പ്രാവശ്യം ജപിച്ചാൽ ശക്തി കൂടി വരുന്നറിയാം. അതുപോലെ തന്നെയാണ് ഒരേ കാര്യം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ കുറയ്ക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കണം എന്ന് പറയുന്നത്. ഇത് നേരത്തെ കേട്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം. നേരത്തെ കേട്ടത് പക്ഷെ പ്രാവർത്തികമാക്കിയില്ലല്ലോ ഇതുവരെ. എങ്ങനെയൊക്കെ നേരത്തെ കേട്ടു, അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പൊ കേട്ടാൽ ഇനിയും പ്രാവർത്തികമാക്കുമോ? അതും സംശയമാണ്. അതുകൊണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കണം. ഗുരുവാക്ക് സത്യം എന്ന ഭാവന എപ്പോഴും സംവാദത്തിൽ ഉണ്ടായിരിക്കണം. ഗുരുവാക്ക് സത്യമാണ്, ഞാൻ അറിവില്ലാത്തവനാണ്, ഞാനിതാ അറിവ് നേടാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഗുരുവാക്ക് സത്യമാണത് കേൾക്കണം എന്നുള്ള ഭാവനയായിരിക്കണം ഗുരു ശിഷ്യ സംവാദത്തില്. അപ്പൊ എന്താ പറഞ്ഞേ? ആത്മലക്ഷണം നിരൂപിതം. ആത്മലക്ഷണത്തെ നിരൂപിച്ചു. മുമുക്ഷൂണാം. ആർക്ക് വേണ്ടിയിട്ടാണ് നിരൂപിച്ചത്? മുമുക്ഷുക്കൾക്കായിട്ട്. ഒരു താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും മുമുക്ഷുക്കളാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം നമുക്ക് വന്നുപെട്ടത്. നമ്മുടെ ഉള്ളില് മുമുക്ഷുത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് അഭിമാനത്തോടു കൂടെ പറയാം. ഈ വിവേക ചൂടാമണിയും തത്വബോധവും ഒക്കെ ഇരുന്ന് കേൾക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടായത് തീർച്ചയായിട്ടും നമ്മളിൽ മുമുക്ഷുത്വം ഉള്ളതുകൊണ്ട്. നമ്മുടെ ഉള്ളിലുണ്ട്. മുമുക്ഷു എന്നുള്ള പേരിന് അർഹനായോ എന്ന് ചോദിച്ചാൽ ടു സം എക്സ്റ്റെന്റ് ആയിട്ടുണ്ട്, ഉറപ്പായിട്ടായിട്ടുണ്ട്. ഇത്രയും കേൾക്കുന്നുണ്ടല്ലോ, അതുപോലും വളരെ വിരളമാണ്. അപ്പോൾ അതിനൊരു ടേസ്റ്റ്, ഇതിനൊരു ഇൻട്രസ്റ്റ് നമുക്കുള്ളിലും, ഇതിനൊരു സ്വാദ്, ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും അത് കേൾക്കാനും ഒക്കെ ഉള്ളൊരു സ്വാദ് നമ്മുടെ ഉള്ളിലുണ്ടായി. അതിനോടൊരു അഭിരുചി വന്നല്ലോ. നല്ല രുചിയോടുകൂടെയല്ലേ നമ്മൾ ഇതിനകത്ത് വന്നത്. തീർച്ചയായിട്ടും അത് മുമുക്ഷുത്വം തന്നെയാണ്. അപ്പൊ നമ്മൾ മുമുക്ഷുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞ് വേണം ഈ ഗ്രന്ഥം തീർക്കുമ്പോൾ നമ്മൾ ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം ശരിക്കും മുമുക്ഷുവായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ആ പേര് നമുക്ക് അർഹതയുണ്ട്, നമുക്കതിന് അധികാരികളാണ് ഇപ്പൊ നമ്മൾ. അപ്പൊ അതുകൊണ്ട് ശരിക്കും ജ്ഞാന സമ്പാദനത്തിന് ഇനി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തുകൊണ്ട് ജ്ഞാനം സമ്പാദിച്ചിട്ടേ നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ പോകാവൂ, ഈ ശരീരത്തെ ഉപേക്ഷിക്കാവൂ. നമ്മളൊരു വ്രതമായിട്ടത് എടുക്കണം. ഇത്രയായല്ലോ.
തീർച്ചയായിട്ടും ഒരു വ്രതമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോഴത്തെ ലോകത്തിന്റെ അവസ്ഥ കണ്ടാൽ ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ലക്ഷ്യം നേടണം. ഇനിയൊരു ശരീരം വന്ന് വീണ്ടും ഈ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ഇട വരരുത്. ഇപ്പൊ തന്നെ നമുക്കതിന് കഠിനാധ്വാനം ചെയ്ത് സദാ ഭഗവത് ചിന്തനകൾ നടത്തി മാക്സിമം ഇത് അവനവന്റെ ജീവിതത്തെ പ്രാവർത്തികമാക്കുക. ഒന്നുമില്ലല്ലോ, ആഗ്രഹങ്ങളെ വെടിയുക. അതാണ് ഭഗവാൻ പറയുന്നത്, ഡിസയേഴ്സ് എല്ലാം ഡിസയറിനെ വേണ്ടെന്ന് വെക്കുക. എല്ലാം ഡിസയറിന് ആവശ്യം. എന്തിനാ ഡിസയർ? ഇനി എന്തിനു ഡിസയർ? ഇനി എന്താ ആഗ്രഹം? ആഗ്രഹങ്ങളെ ഫസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം കൂടെ വരും. ആഗ്രഹം ഒഴിവാക്കിയാൽ പിന്നെ പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. വൈരാഗ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഒരു കാര്യത്തെ ഉപേക്ഷിക്കാനുള്ളൊരു കാര്യമാണ്. അതല്ല, നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീർന്നു, അവിടെ വൈരാഗ്യമായി. എനിക്ക് ഇനിയിപ്പോ പ്രത്യേകം ഇന്ന ഭക്ഷണം വേണമെന്ന് അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ല. എനിക്ക് ഇന്ന കാര്യങ്ങൾ കണ്ടേ തീരൂ, അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ല. ഇനിയിപ്പോ ഇന്നതൊക്കെ കേൾക്കണം, അയലോക്കത്തെ ആൾക്കാരുടെ വർത്തമാനം കേൾക്കണം, അല്ലെങ്കിൽ 10 പേര് കൂടുമ്പോൾ അവിടെ ചെന്ന് അവർ പറയണതൊക്കെ കേൾക്കണം, അങ്ങനെ ഒരു താല്പര്യമൊന്നും എനിക്കിപ്പോ ഇല്ല. ഇങ്ങനെ ഓരോന്നിലും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഉണ്ടോ? ഓക്കെ, ഇന്നിപ്പോ നല്ല ഭക്ഷണമാണ് കിട്ടി, ഓക്കെ ആയിക്കോട്ടെ. നാളെ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫുഡല്ല നാളെ കിട്ടിയിരിക്കുന്നത്, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോ അങ്ങനെയൊക്കെയാണ്, ഇനിയിപ്പോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിക്കണം. ചുമ്മാ ബഹുവാക്ക് പറഞ്ഞാൽ പോരാ, നമ്മുടെ ഉള്ളില് അത് വരണം. പറയുമ്പോ പറയാൻ ചിലപ്പോ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലെന്ന്, എന്തായാലും കുഴപ്പമില്ല, എന്തെങ്ങനെ ആയിക്കോട്ടെ വെച്ചോളൂ എന്ന് പറയുമ്പോ ഉള്ളില് ഇത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിക്കൊണ്ട് വെറും വാക്കായിട്ട് പുറത്തേക്കൊരു ഭാഷ്യം മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഭാഷണം മാത്രമായിട്ട് അങ്ങനെ പറയരുത്. ഉള്ളിന്റെ ഉള്ളില് പതുക്കെ പതുക്കെ എല്ലാത്തിനും എടുത്ത് കളയണം. ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല, എങ്ങനെയാണോ അങ്ങനെ. അപ്പൊ പിന്നെ ഇനിയൊരു ജന്മം എടുക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ഇവിടെ കൊണ്ട് തീർന്നില്ലേ? അങ്ങനെ തീർക്കണം. അങ്ങനെ ആ ഒരു അറിവ് വന്നു കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടാവണം? ഞാൻ ആത്മാ എന്നുള്ള തിരിച്ചറിവുണ്ടാകും. ഈ ശരീരം പോകും, കണ്ണ് ഞാനല്ല, കൈ ഞാനല്ല. ഒരു കൈ പോയാൽ ഞാൻ പോയി എന്ന് പറയാറില്ലല്ലോ. ആക്സിഡന്റിൽ പലർക്കും കൈയും കാലും ഒക്കെ പോകുന്നുണ്ട്, ഞാൻ പോയി എന്ന് ആരും പറയാറില്ലല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതേമാതിരി നമ്മളിപ്പോ പുറത്ത് മണ്ണുണ്ട്, ഞാനാണ് മണ്ണ് എന്ന് പറയോ? ഇല്ല. പുറത്ത് വായു ഉണ്ട്, ഞാനാണ് വായു എന്ന് പറയോ? ഇല്ല. പുറത്ത് ജലമുണ്ട്, ഞാനാണ് ജലം എന്ന് പറയോ? ഇല്ല. ജലം ഞാനാണ് പറയോ? ഇല്ല. ഈ പഞ്ചഭൂതങ്ങളല്ല ഈ ശരീരം. പിന്നെ എങ്ങനെയാ ശരീരത്തെ ഞാനാണെന്ന് പറയുന്നത്? എങ്ങനെയാ? എളുപ്പം മനസ്സിലാകാനുള്ള ഒരു ഉദാഹരണം അത്. പുറത്ത് ആകാശം, നമ്മൾ ആകാശത്തെ കാണുന്നു. നമ്മൾ പഞ്ചഭൂത നിർമ്മിതമായ നമ്മളിൽ ആകാശമുണ്ട്, വായുവുണ്ട്, ജലമുണ്ട്, ഭൂമിയുണ്ട്, അഗ്നിയുണ്ട്. അഗ്നിയെ ഞാനാണെന്ന് പറയാറുണ്ടോ? പുറത്ത് നമ്മൾ അഗ്നി കത്തിച്ച് നമ്മൾ കാണുന്നു, തീയിലെ വിളക്ക് കൊളുത്തുന്ന എല്ലാം അഗ്നി നമുക്കറിയാം. ആ അഗ്നി ഞാനാണെന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. അഗ്നിയുടെ ഗുണം നമ്മളിലില്ലേ? ഉണ്ട്. ചൂടുണ്ടല്ലോ നമ്മുടെ ശരീരത്തില്. അഗ്നിയുടെ ചില ഗുണങ്ങൾ നമുക്കുണ്ട്. എല്ലാ ഗുണങ്ങളും അല്ല, ചില ഗുണങ്ങൾ നമ്മളിലുണ്ട്. ജലത്തിന്റെ ചില ഗുണങ്ങളിൽ നമ്മളുണ്ട്. പക്ഷെ ഇതൊന്നും ഞാനല്ലല്ലോ. ഈ അങ്ങനെയാണെങ്കിൽ പുറത്തുള്ളത് ഞാനായിരിക്കണം. പുറത്തുള്ള ജലം അത് ഞാനാണെന്ന് പറയാൻ പറ്റണം. അത് പറയില്ലല്ലോ നമ്മള്. നമുക്കറിയാലോ, സാമാന്യ വിവേകം കൊണ്ട് അറിയാലോ. പുറത്ത് വായുണ്ട്, അത് ഞാനാണെന്ന് പറയില്ലല്ലോ. പിന്നെ എങ്ങനെ പ്രാണൻ ഞാനാണെന്ന് പറയുക? പ്രാണൻ അകത്തേക്ക് കയറുമ്പോഴാണ്, വായു അകത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് പോകുമ്പോഴാണ് അതിനെ പ്രാണൻ എന്നുള്ള പേര് പറയുന്നത്. പുറത്ത് വായുവായിട്ട് തന്നെ അല്ലേ നിൽക്കുന്നത്. അപ്പൊ പ്രാണൻ ഞാനാണോ? അല്ല, അത് വരുന്നു പോകുന്നു. അത് ഈ ശരീരത്തെ നിലനിൽക്കാനായിട്ട് ഇതിന്റെ രക്തചംക്രമണം ചെയ്യാനായിട്ട് ഈശ്വരൻ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം. അത് വരുന്നു പോകും. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു സംവിധാനം. നാക്ക് കൊണ്ട് ടേസ്റ്റ് അറിയുന്ന ഈശ്വരൻ തന്നിരിക്കുന്ന സംവിധാനം. ഇതൊന്നും ഞാനല്ല. അപ്പൊ ഞാൻ ആരാണ്? ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അറിയുന്നു. എല്ലാത്തിനും ആരാ അറിയുന്നത്? ഞാനാണ് അറിയുന്നത്. ആ ഞാൻ അറിയുന്ന ആളാണ്. ഞാനെല്ലാം അറിയുന്നു. ഞാൻ ആത്മാ എന്നുള്ള ആ സത്തയാണ്, സത്താണ്. ഉണ്ട് ഉണ്ട് ഉണ്ട്, ഞാനുണ്ട്. എനിക്കറിയാം ഞാനുണ്ടെന്ന്. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് ഞാനുണ്ടെന്നറിയാം. അതാണ് ഞാൻ സത്ത് എന്ന് പറയുന്നത്. ഞാനുണ്ട്. ചിത്ത്, ഞാനത് അറിയുന്നു. ഉണ്ടെന്ന് അറിയുകയും ചെയ്യുന്നു. ഉണ്ട് അറിയുന്നു. ഈ ആത്മതത്വത്തെ ഉള്ളിലുറപ്പിക്കാനായിട്ടാണ് ഈ വിവേക ചൂടാമണി അദ്ദേഹം ആചാര്യസ്വാമികൾ നമുക്ക് തന്നത്. അപ്പോ ഇതറിയണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുമുക്ഷു തന്നെയാണ്. ഇനി സാധനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ മുമുക്ഷുത്വത്തിൽ നിന്ന് ശരിക്കും ജ്ഞാനത്തിലേക്ക് എത്തണം. ഇനി എന്താ പറയണേ? സുഖബോധ. അപ്പോ നിരൂപിതം മുമുക്ഷൂണാം
സുഖബോധോപപത്തയെ എന്നാ പറയുന്നത്. സുഖബോധ ഉപപത്തയെ എന്നാണ് അതിന്റെ തിരിച്ചു പറയുന്നത്. സുഖബോധ ഉപപത്തയെ. അതായത് ഈ ആത്മലക്ഷണം ഗീതയിലും ഉപനിഷത്തുകളിലും എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഈ ആചാര്യസ്വാമികൾ എന്തിനത് വീണ്ടും വിവേക ചൂടാമണി എന്ന ഗ്രന്ഥം, പ്രകരണ ഗ്രന്ഥം എഴുതിയത് എന്നൊരു സംശയം നമുക്കുണ്ടെങ്കിൽ അതിന് മറുപടി കൂടുതൽ കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ലഘൂകരിച്ച് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ്. ഈ ആത്മലക്ഷണത്തെ ഏറ്റവും ലഘൂകരിച്ച്, എന്താണ് ആത്മാ എന്ന് ഇതിൽ കൂടുതൽ ലഘൂകരിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല. എന്താണ് ആത്മാ, എന്താണ് അനാത്മ എന്ന് വിവേക ചൂടാമണികൾ പറഞ്ഞതിൽ കൂടുതൽ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. ശങ്കരാചാര്യസ്വാമികൾക്ക് മാത്രമേ അത് പറ്റിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ, അതിൽ നിന്ന് പിന്നെ അത് കേട്ടിട്ട് പറയുന്നവരേ ഉള്ളൂ. ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നതിൽ കവിഞ്ഞൊന്നും പറയാനില്ല. അത് കേട്ടിട്ട് പിന്നെ ഓരോരുത്തർ സ്വന്തമായിട്ടൊക്കെ പറയുന്നുണ്ട്. സ്വന്തമായിട്ട് ഇവിടെ ഒന്നും പറയാനില്ല. എല്ലാം ഇവിടെ ഈശ്വര അവതാരങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം. ഇനി ആരും പുതിയതായിട്ട് എൻ്റെ വകയായിട്ട് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള എന്താ പറയുക, നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേൾക്കാം. അതിലൊന്നും പോയി മനസ്സിനെ കളയരുത്. ആചാര്യസ്വാമികളുടെ ഉപദേശത്തിൽ മാത്രം നിന്നാൽ മതി. ആചാര്യസ്വാമിയുടെ ഉപദേശത്തെ അതേപോലെ ആര് പറയുന്നു അതെല്ലാം കേൾക്കാം, ഒരു കുഴപ്പമില്ല. അല്ലാതെ സ്വന്തമായിട്ട് എൻ്റെ പാണ്ഡിത്യം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനുഭവം, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ച് ചെയ്തു, അതങ്ങനെയാണ്, അതൊന്നും പോയി വിടരുത് അതിനകത്തൊന്നും. എന്താ വെച്ചാൽ ആചാര്യസ്വാമി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമശിവന്റെ അംശ അവതാരമാണ്. അതിൽ കൂടുതൽ എന്താണെന്ന് നമുക്ക് കിട്ടുക, എവിടുന്ന കിട്ടുക? അതുകൊണ്ട് മണ്ടത്തരത്തിൽ പോയി വിടരുത്. ഒരുപാട് ഇപ്പോ യൂട്യൂബിലുണ്ട്. എല്ലാവരും ഗുരുക്കന്മാരാ. ഗുരുക്കന്മാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. എല്ലാവരും ഗുരുക്കന്മാരാ. എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കും, ഉടനെ സ്വന്തം ആ നാമം ഇത് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് കിട്ടും, ഈ സംഭവം ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് കിട്ടും. തന്നെ അതിനകത്തുള്ള നമുക്ക് ജീവിതമല്ലല്ലോ വേണ്ടേ. നമുക്ക് ജീവിതം തന്നെ വേണ്ട. നമുക്ക് എന്ത് വേണം? നമുക്ക് ഭഗവാനെ വേണം. നമുക്ക് ജീവിതമല്ല വേണ്ടേ. ഭഗവാനെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഓരോരുത്തർ ഞാൻ ധ്യാനത്തിലിരിക്കും അങ്ങനെ കണ്ടു, ധ്യാനത്തിലിരിക്കും ഇങ്ങനെ കണ്ടു, അവിടെ പോയപ്പോൾ കണ്ടു, ഇങ്ങനെ ഓരോ നമ്മളിതൊന്നും നോക്കണ്ട. എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് എല്ലാ അനുഭവങ്ങളും, എല്ലാം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ ഒരാളുടെ കണ്ടിട്ട് അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. വേറൊരാൾക്ക് അങ്ങനെ ഉണ്ടായി ഉടനെ ഞാനത് ചെയ്യാം, വേറൊരാൾക്ക് ഇന്ന സംഭവം ഉണ്ടായി ഉടനെ ഞാനത് ചെയ്യാം. അതുകൊണ്ടാണല്ലോ ഈ അമ്പലങ്ങളിലൊക്കെ ഓടുന്നത്. ഒരമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തപ്പോൾ ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പൊ വേറൊരാൾ പറഞ്ഞു ഞാൻ ഇന്ന അമ്പലത്തിൽ പോയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ഉണ്ടായി, എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഉടനെ നമ്മൾ അങ്ങോട്ടും ആ വ്യക്തിക്കും ആ അമ്പലവുമായിട്ട് എന്തോ പൂർവ്വജന്മ ബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങേർക്ക് സംഭവിച്ചു. നമുക്കങ്ങനെ ആയിക്കോളണമെന്നില്ല. നമ്മുടെ എവിടെയാന്ന് നമ്മൾ സാധനയിൽ കൂടി മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക, ഉറച്ചു പോവുക. എവിടെ എല്ലായിടത്തും ഭഗവാനുണ്ട്, ഉറപ്പാണ്. ഞാൻ ഈ അമ്പലത്തിൽ മാത്രം തൊഴുതാൽ മതി, എനിക്ക് ഒരു പ്രശ്നവും വരത്തില്ല, ഈ ഭഗവാൻ എന്നെ കൈവിടില്ല എന്ന് ബോധം ഉണ്ടാവണം. ഭേദബുദ്ധി മാറിയില്ലെങ്കിൽ വിവേക ചൂടാമണി പഠിച്ചിട്ടൊരു കാര്യമില്ല. ഭേദബുദ്ധി ആദ്യം മനസ്സിൽ നിന്ന് എടുത്ത് കളയേണ്ടതാണ് ഭേദബുദ്ധി. എന്താണ് ഭേദബുദ്ധി? അയ്യപ്പൻ വേറെ, ഗുരുവായൂരപ്പൻ വേറെ, വെങ്കടാചലപതി വേറെ, പരമശിവൻ വേറെ, വിഷ്ണു വേറെ, എല്ലാം വേറെ വേറെ വേറെയാണ് നമ്മുടെ മനസ്സിൽ. എല്ലാം വേറെ. ആ കാര്യത്തിന് അങ്ങോട്ട് പോകണം, ഈ കാര്യത്തിന് ഇങ്ങോട്ട് പോകണം. ഇതുപോലെ മണ്ടത്തരം വേറെ വല്ലതും ഉണ്ടോ? ഒരേ ഒരു ശക്തിയല്ലേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സന്തോഷത്തിന് എങ്ങനെ രൂപം വേണമോ കുഞ്ഞെ ഞാൻ അങ്ങനെ വരാമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. അപ്പൊ പിന്നെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ പറ്റുമോ? ഒരാളുടെ ആഗ്രഹം ശിവനായിട്ട് വന്നു, വേറൊരാളുടെ ആഗ്രഹം സുബ്രഹ്മണ്യനാവും, വേറൊരാളുടെ ആഗ്രഹം പരാശക്തി ആയിരിക്കാം, വേറൊരാളുടെ ആഗ്രഹം വിഘ്നേശ്വരനായിരിക്കാം. ഇങ്ങനെ ഭഗവാൻ ഏത് വേണോ ആ രൂപത്തിൽ വരികയാണ്. അതുകൊണ്ടല്ലേ ഭഗവാൻ നരസിംഹാവതാരം എടുത്ത്. ആർക്കാണ് വേറെ? പ്രഹ്ലാദനല്ലാതെ. പ്രഹ്ലാദനും ആ രൂപം ആഗ്രഹിച്ചോ? ഇല്ല. പ്രഹ്ലാദനം ഒന്നും ആഗ്രഹിച്ചില്ല. ആ ഭഗവാനെ പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അവിടെ ഭഗവാൻ അറിയാം എന്ത് രൂപം എടുത്താലാണ് പ്രഹ്ലാദന് രക്ഷ കൊടുക്കാൻ പറ്റുക. അപ്പൊ ഭഗവാൻ ഒരു രൂപം എടുത്തു. ആ രൂപം വന്ന ശേഷമല്ലേ നമ്മൾ നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനൊരു രൂപം ഭഗവാൻ വരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഭഗവാൻ തന്നെ എടുത്തേ. അപ്പൊ അങ്ങനെ അതേമാതിരി മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹ അവതാരം, എന്തെല്ലാം അവതാരങ്ങൾ, രാമൻ, കൃഷ്ണനൊക്കെ വന്നിരിക്കുന്നു. മനസ്സിലാക്കേണ്ടത് ഭേദബുദ്ധിയെ മനസ്സിൽ നിന്ന് കളയണം. അല്ലെങ്കിൽ ഭഗവാൻ ഒരേ ഒരാളായിട്ട് വന്നുകൊണ്ടിരുന്നാൽ മതിയല്ലോ. എല്ലാ അവതാരങ്ങളിലും ഒരേ ഒരു രൂപം. ഇങ്ങനെ മാറി 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 എന്തിനാ ഭഗവാൻ രൂപെടുത്തത്?
എല്ലാത്തിലും ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയണം. എല്ലാത്തിലും ആ ശക്തിയാണ്, ആ ബ്രഹ്മശക്തിയാണ്, പരബ്രഹ്മശക്തിയാണ്. ആ ശക്തി തന്നെയാണ് ഞാൻ എന്നിവിടെ വിവേക ചൂടാമണിയിൽ പറഞ്ഞു തന്നിരിക്കുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അതേ ശക്തി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നിരിക്കുന്നു. എത്ര നന്നായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു ആചാര്യസ്വാമികൾ. അതുകൊണ്ട് അതും നന്നായിട്ടത് മനസ്സിലാക്കണം. ആത്മലക്ഷണം ഗീതയിലുണ്ട്, നന്നായിട്ടില്ലേ. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഉപനിഷത് സാരമാണ് ഭഗവത്ഗീത. ഇപ്പൊ ഏറ്റവും അധികം ആൾക്കാർ വായിക്കുന്നത് ഭഗവത്ഗീതയാണ്. നല്ലത് തന്നെ, ഭഗവത്ഗീത പാരായണം ചെയ്യുന്നത് വളരെ വിശേഷം. പക്ഷേ ഭഗവത്ഗീത വായിച്ച് എത്രയോ അതിന് വ്യാഖ്യാനങ്ങൾ നിറയെ പേര് എഴുതിയിട്ടുണ്ട്. ഒരു 10 പുസ്തകം നമുക്ക് മുമ്പേ തുറന്ന് വെച്ചിരുന്ന് നമ്മൾ പഠിച്ചാലും നമുക്കിത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. അത്രയും സാരമാണ്, ഉപനിഷത്തുകളുടെ സാരമാണ്. അത്രയും കട്ടിയാണ് ഗീത. നമ്മൾ വിചാരിക്കുന്ന പോലെ ലൈറ്റ് അല്ല. ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ഇതൊക്കെ ചൊല്ലും, എല്ലാവരും ഗീത പാരായണമുണ്ട്. പക്ഷേ അത് അത്ര സിമ്പിളൊന്നും അല്ല. അത് ഏറ്റവും കട്ടിയുള്ള ഒരു സംഭവമാണ്. അത്രയ്ക്കും നമ്മൾ ചിന്തിച്ചിട്ടില്ല, വളരെ കട്ടിയാണത്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പ്രകരണ ഗ്രന്ഥങ്ങൾ ആദ്യം പഠിക്കണം. ഉപനിഷത്ത് മനസ്സിലാവണമെങ്കിൽ, ഗീത മനസ്സിലാവണമെങ്കിലൊക്കെ ശങ്കരാചാര്യ സ്വാമികളുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിക്കണം. അതാണ് നമ്മൾ തത്വബോധം നോക്കിയത്. ഇപ്പൊ വിവേക ചൂടാമണി നോക്കി. ഇത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രകരണ ഗ്രന്ഥവും കൂടി ഉണ്ട് നമുക്ക് കിട്ടാവുന്ന, അതും കൂടെ നമ്മൾ പഠിക്കണം. ആത്മലക്ഷണം പല സ്ഥലത്തും ഉണ്ട്, പക്ഷെ അതിന്റെ ബേസിക്സ് അറിയാതെ കൊണ്ട് പോയാൽ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്തുമാത്രം അതിൽ നിലനിൽക്കാൻ പറ്റുന്നുണ്ട്, അതിൽ നിഷ്ഠയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഊഹിച്ചറിയാലോ. എന്നിട്ടാണോ ഭഗവത്ഗീത പെട്ടെന്ന് പോയിട്ട് ഭഗവത്ഗീത വായിച്ചെല്ലാം മനസ്സിലാവുക പറയണേ? ഒന്നും നടക്കില്ല. നിസ്സാരം അതിനകത്ത് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണം എന്നുള്ള ഒറ്റ ഭാഗം മതി. എത്ര പേർക്ക് മനസ്സിലാവും? എത്ര പേരത് ഉൾക്കൊള്ളും? എന്താണ് അതിന്റെ വാസ്തവം? എത്ര പേർക്ക് മനസ്സിലാവും? കർമ്മഫലത്തെ എന്നിൽ അർപ്പിക്കൂ, നിങ്ങൾ ബലം നോക്കുകയോ വേണ്ട. അവിടെ ആർക്കും ദഹിക്കാത്തൊരു കാര്യം, ഒരൊറ്റ ആൾക്ക് ദഹിക്കത്തില്ല. അത് എന്താണ് ഭഗവാൻ അവിടെ ഉദ്ദേശിച്ചത് എന്നറിയണമെങ്കിൽ പ്രകരണ ഗ്രന്ഥത്തിൽ കൂടെ പോയി ഓരോ വാക്കുകളും പഠിച്ച് കർമ്മം എന്ത്, കർമ്മത്തിന്റെ ലോ എന്ത്, എന്താണ് കർമ്മം, അതിനകത്ത് എന്തെല്ലാം ഉണ്ട്, സഞ്ചിത കർമ്മം, മറ്റേ പല കർമ്മങ്ങളുടെ പേര് പറഞ്ഞ് ഇതൊക്കെയാ വരുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അപ്പൊ കർമ്മഫലം എന്താണ്, അത് ഭഗവാന് സമർപ്പിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ മാനസികാവസ്ഥ, ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഒരുപാടുണ്ട്. അത് പ്രകരണ ഗ്രന്ഥങ്ങളെ അതിനൊക്കെ സഹായിക്കത്തുള്ളൂ. അപ്പോ അതിനകത്ത് മാത്രമല്ല, ആചാര്യസ്വാമികൾ ഇവിടെ സംശയം വരുമ്പോൾ കൂടുതൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഗുരു ശിഷ്യ സംവാദത്തില് 7 സംശയം ചോദിക്കുന്നുണ്ടല്ലോ ശിഷ്യൻ. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഈ ഗ്രന്ഥം എഴുതിയത് എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ പറഞ്ഞു. എന്തിന് ഈ ഗ്രന്ഥം എഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗീതയിലും ഉപനിഷത്തിലുമുള്ള ആത്മലക്ഷണം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് അവർക്കൊക്കെ മനസ്സിലാകാൻ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാമോ അത്രത്തോളം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം എഴുതിയത് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സുഖ ബോധ ഉപപത്തയെ. സുഖ, കഷ്ടപ്പാടില്ലാതെ, ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട വിവേക ചൂടാമണി മനസ്സിലാവാൻ. കഷ്ടപ്പാടില്ലാതെ എന്ത് കിട്ടണം? ബോധം, ആത്മബോധം, ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. അതായത് അവനവനെ കുറിച്ചുള്ള അറിവ്. ഞാൻ ആര്? രമണ മഹർഷി പറയുന്നത് ഞാൻ ആരെന്ന് നോക്ക്. എല്ലാത്തിന്റെയും ഉത്തരം അതിനകത്തുണ്ടെന്നാണ് അദ്ദേഹം പറയാം. ഞാൻ ആര് എന്നറിഞ്ഞാൽ നിന്റെ സകല പ്രശ്നങ്ങളും മാറും. എല്ലാത്തിന്റെയും ഉത്തരം എവിടെയുണ്ട്? ഞാൻ ആര് എന്ന് തിരിച്ചറിഞ്ഞാൽ സകലത്തിന്റെയും ഉത്തരമായി. ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്, ഇങ്ങനെയാണല്ലോ പറയാ ആത്മാവിനെ കുറിച്ച്. ഏതെന്നറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞു എന്ന അവസ്ഥയിലെത്തുന്നത്, അതാണ് ആത്മജ്ഞാനം, അവനവനെ കുറിച്ചുള്ള ജ്ഞാനം. നമ്മൾ പറയുന്നത് ലൗകികത്തെ കുറിച്ച് ചിന്തിക്കും. എല്ലാം അറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ എല്ലാം അറിയാൻ പറ്റണേ? ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ ഗവൺമെന്റ് ഓഫീസിലാണ്, അപ്പൊ എല്ലാം അറിയാം. ആ അറിവല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ആ ഭൗതികമായ അറിവുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതും വരും. ജ്ഞാനിയെ സംബന്ധിച്ചോളം അതും ഉണ്ടാവും, ഒരു സംശയമില്ല. അവർക്ക് അറിയാൻ മേലാത്തായിട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിങ്ങനെ പ്രകടിപ്പിച്ച് കണ്ടുകൊണ്ട് നടക്കത്തില്ല. അങ്ങനെയല്ല. അത് അവർക്കറിയാൻ മേലാത്തതായിട്ട് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം സർവത്തിലും ആരാണ്? ആത്മാവാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത്.
ബ്രഹ്മമാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാ അറിവുകളിലും ആരുണ്ട്? ആരുടെ അടുത്താണ് എല്ലാ അറിവുകളും ഉള്ളത്? ഈ ബ്രഹ്മത്തിന്റെ അടുത്ത് തന്നെയാണ്, നമ്മളിൽ തന്നെയാണ്. നമ്മളിപ്പോ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ശരീരമാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ ശരീരം സൃഷ്ടിക്കപ്പെടാനായിട്ടുണ്ടായ കാരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളെ നമുക്ക് വരുള്ളൂ. ഞാൻ ശരീരമല്ല എന്ന് ആത്മാ എന്ന് തിരിച്ചറിയുന്ന നിമിഷം സകല അറിവും നമുക്കുണ്ടാവും. പക്ഷെ ഒന്നും പ്രകടമാക്കാത്ത രീതിയിലായിരിക്കും മാനസികാവസ്ഥ. അങ്ങനെയാണല്ലോ അവര് മുക്തപുരുഷന്മാരങ്ങനെയാണല്ലോ. അവർക്കെല്ലാം അറിയാം. ഓരോ സന്ദർഭങ്ങളിലും കാണാൻ പറ്റും നമുക്കത്. പല പല സന്ദർഭങ്ങളിലും അതറിയാൻ പറ്റും. അവർക്കറിയാൻ മേലാത്തായിട്ടൊന്നുമില്ല. അത് മുക്തപുരുഷന്മാരായി മാറുമ്പോൾ അപ്പൊ മുക്തപുരുഷനാകാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടാണ്, ഈ അറിവുണ്ടാകാനാണ് ആത്മലക്ഷണം നിരൂപിച്ച് സംവാദ രൂപേണ നിരൂപിച്ച് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വിവേക ചൂടാമണി എന്ന ഗ്രന്ഥം ആരുണ്ടാക്കി തന്നത്? ശങ്കരാചാര്യ സ്വാമികള്. അത് ആ ഗ്രന്ഥം നമുക്ക് തന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഉപനിഷത്ത് പറയുന്ന കാര്യങ്ങളെ ലളിതമായി മനസ്സിലാക്കി തരുവാനാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ രചിച്ചത്. അത്രയുമാണ് ഇന്നത്തെ ഈ 107ാമത്തെ ശ്ലോകത്തില് ആചാര്യസ്വാമി എന്തിന് പ്രകരണ ഗ്രന്ഥം എഴുതി, പ്രകരണ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കി. അവിടെ അടുത്ത ഒരു ശ്ലോകത്തോട് കൂടിയിട്ട് നമ്മുടെ വിവേക ചൂടാമണി എന്നുള്ള ഈ പ്രകരണ ഗ്രന്ഥത്തിന്റെ എനിക്ക് ഗുരുനാഥനിൽ നിന്ന് കിട്ടിയ വിശദീകരണം ഇവിടെ നമുക്ക് തീരും. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. 108ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഇന്ന് ആചാര്യസ്വാമി എന്തിനു വേണ്ടിയിട്ടാണോ വിവേക ചൂടാമണി എഴുതിയത്, അത് നമുക്ക് വന്ന് പെട്ടത്, നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടത്, നമുക്കത് പഠിക്കണമെന്ന് തോന്നിയത് ഏറ്റവും വലിയ മുജ്ജന്മ സുഹൃതമാണ്. വലിയ മുജ്ജന്മ സുഹൃതമാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഓരോരുത്തർക്കും നോക്കി അറിയാം. നേരത്തെ നിങ്ങൾ ഉപനിഷത്തും ഗീതയും മറ്റ് ഭാഗവതവും ഒക്കെ പലരും പഠിച്ചവരായിരിക്കാം. പക്ഷെ അന്നുള്ള അറിവാണോ ഇന്ന് ആ പുസ്തകങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് ചിന്തിക്കുക. ഇപ്പൊ ഒരു പ്രാവശ്യം കൂടെ ഭാഗവതം വായിച്ചാൽ എങ്ങനെ പോകും മുന്നോട്ട്? നേരത്തെ ഭാഗവതം വായിച്ചാൽ എന്താ പറയാ, 2ാമത്തെ സ്കന്ധം ഒന്നും കാര്യമായിട്ട് നോക്കുകയില്ല, കടന്നുപോകും. 1ഉം 2ഉം ഒക്കെ 3ഉം ഒക്കെ കടന്നു പോയിട്ട് പിന്നെ കഥകളിലേക്ക് വരുമ്പോഴേ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോ ഭാഗവതം വായിച്ചു തുടങ്ങിയാൽ ആ 2ാമത്തെ ഒക്കെ വരുമ്പോഴേക്കും 1ൽ തന്നെ ഉണ്ട്. 1ഉം 2ഉം ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പിന്നെയും കൂടുതൽ മനസ്സിലാക്കി പോകണമെന്ന് തോന്നും. സാധാരണ സപ്താഹങ്ങളിലൊന്നും ആ ഭാഗം 1, 2, 3 ഒന്നും ആരും കാര്യമായിട്ട് നോക്കാറില്ല, ഓടിച്ചു വായിച്ചൊക്കെ വിടും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ പുസ്തകം എടുത്ത് നിങ്ങൾ നോക്കൂ. 1ഉം 2ഉം സ്കന്ധങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എത്രമാത്രം നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഒരു എന്താ പറയാ, അത് അറിയണം എന്നൊരു തോന്നൽ കൂടുതലായിട്ട് വരും. അപ്പൊ അതൊക്കെ മഹാഭാഗ്യമാണ്. ഇങ്ങനെ കിട്ടുന്ന, വളരെ ചുരുക്കമായിട്ട് കിട്ടുന്ന ഭാഗ്യമാണ്. പൂർവജന്മ സുഹൃതം. ഈ ജന്മത്തില് ചെയ്ത സത്കർമ്മങ്ങളുടെ ഗുണം, അതുകൊണ്ട് മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ആ പരിവർത്തനം ഇനിയും നല്ല രീതിയിൽ തുടർന്ന് അതേ രീതിയിൽ ഇരുന്ന് ആത്മജ്ഞാനത്തിൽ മുഴുവനായിട്ട് മുന്നേറാൻ നമുക്ക് ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് നിർത്താം. അടുത്ത ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. വിവേക ചൂടാമണിയുടെ അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് അത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. സാർ, ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. ഇത്രയും കാലം ഞാൻ എപ്പോഴും ഈ സപ്താഹം